സമൂഹ മാധ്യമങ്ങൾ നമ്മുടെ ഈ സത്യം പറയുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സ്പേസാണ്. അതുകൊണ്ടാണ് ഈ പല വാർത്തകളും, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ഓഫീസിനെതിരെ വലിയൊരു അഴിമതി ആരോപണം ഉണ്ടായിരുന്നു. ആ അഴിമതി ആരോപണം എൻ്റെ പി എക്കെതിരെയാണ്. ഒരു 24 മണിക്കൂർ, അതായത് ആദ്യത്തെ ഒരു ഉച്ച മുതൽ വൈകുന്നേരം പുലർന്ന് പിറ്റേന്ന് രാവിലെ ആയപ്പോഴേക്കും ആരോപണം എനിക്ക് നേരെയായി. മന്ത്രി അറിയാതെ ഇത് സംഭവിക്കില്ല, മന്ത്രി ഉത്തരം പറയണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോഴും എൻ്റെ പി എയുടെ പടം ഉണ്ട്. ഈ ഇവരുടെ ന്യൂസ് ചാനലുകളുടെയൊക്കെ സ്റ്റോറീസിൽ ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് നീതി നിഷേധമാണ്. ആ പി എ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അറിഞ്ഞിട്ട്. അപ്പം ഇത് നമുക്ക് സത്യം പറയാനുള്ള സ്പേസ് പലപ്പോഴും, ഞാൻ ഈ മുഖ്യധാര മാധ്യമങ്ങളിൽ എഴുതുന്ന തെറ്റിനെതിരെ പലപ്പോഴും സത്യം എന്താണെന്ന് എഴുതുന്നത് സമൂഹ മാധ്യമത്തിലൂടെ. പക്ഷേ എല്ലായ്പ്പോഴും നമുക്ക് സ്പേസ്, അതിനുള്ള സമയം കിട്ടത്തില്ല. നമ്മളുടെ ജോലി ചെയ്യുകയും അതേപോലെ തന്നെ നമ്മൾ ഈ ഓരോ കാര്യത്തിനും ഇങ്ങനെ നമുക്ക് സമൂഹ മാധ്യമത്തിലൂടെ വന്ന് പലപ്പോഴും പ്രതികരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. പക്ഷേ സമൂഹ മാധ്യമങ്ങൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഒരു, ശരിക്കും പറഞ്ഞ ഒരു അനന്തമായ സ്പേസാണ്. അത് സത്യം പറയുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പേസാണ്. അതുകൊണ്ടാണ് പലപ്പോഴും മെയിൻ സ്ട്രീം മീഡിയ കറക്റ്റ് ചെയ്യപ്പെടുന്നത്. അതെ, അത് വേണം.